സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾക്ക് പിന്നാലെ രാഷ്ട്രീയ കക്ഷികളെല്ലാം തന്നെ കണക്കുകൂട്ടലുകളാണ്. നമുക്ക് ശാലിനി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഒപ്പം നമ്മൾ ഈ വിഷയത്തിലും നമ്മൾ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ശാലിനി, നമുക്ക് ആദ്യം എന്താണ് രാഷ്ട്രീയ കക്ഷികൾ ആകെ കണക്ക് കൂട്ടുന്നത് എന്നതിലേക്ക് വരാം. കാരണം 3 ഉപതെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞു. ഒരു ചെറിയ ഗ്യാപ്പിൽ പാലക്കാടും അവസാനിച്ചിരിക്കുന്നു. വലിയ വിജയപ്രതീക്ഷ ഇത്തവണ BJPക്ക് ഉള്ളതിന് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാനത്തെമ്പാടും ചർച്ച ചെയ്ത വഖഫ് വിഷയം തന്നെയാണ്. അത് ആത്മവിശ്വാസത്തോടെ ഉയർത്തിക്കാട്ടാൻ കഴിഞ്ഞ ഒരു പാർട്ടി എന്ന നിലയിലാണ് അത്രയധികം ആത്മവിശ്വാസം പാർട്ടിക്കുള്ളതിനൊപ്പം പാലക്കാട് അടക്കം മണ്ഡലങ്ങളിൽ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. തമ്മിലടിയും പ്രശ്നങ്ങളുമായി ഇടതു വലത് മുന്നണികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ആരുടെ സ്ഥാനാർത്ഥി എന്ന് പോലും തിരിച്ചറിയാനാവാതെ വോട്ടർമാരും കുഴങ്ങുന്ന ഒരു ഘട്ടത്തിലൊക്കെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ കടന്നുപോയത്. എന്താണ് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെയും ക്യാമ്പുകളിൽ ഇപ്പോൾ നടക്കുന്ന കണക്കുകൂട്ടലുകൾ? വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വഖഫ് അധിനിവേശം തന്നെയാണ് പ്രധാന ചർച്ചയായി ഈ 3 മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രകടമായി ചർച്ചയായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വീണ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് സ്വന്തം സ്ഥാനാർത്ഥി ആര് എന്ന് പോലും അറിയാത്ത രീതിയിലുള്ള പ്രചരണത്തിലേക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്കും വഴിവെച്ചതാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെ ചില മണ്ഡലങ്ങളിലെ കാഴ്ച എന്നുള്ളതാണ്. അത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. പത്തനംതിട്ടയിൽ നിന്നും UDFന്റെ ഒരു നേതാവ്, യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പാലക്കാട്ടേക്ക് UDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്നു. അവിടെ CPMന്റെ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാകട്ടെ പാർട്ടി വിട്ടെത്തിയ മുൻ കോൺഗ്രസുകാരനും. സ്വാഭാവികമായും പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾ അത് വഴിവെച്ചിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിഭാഗീയത വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പാലക്കാട്ടിൽ കോൺഗ്രസുകാരില്ലാഞ്ഞിട്ടാണോ പത്തനംതിട്ടയിൽ നിന്നും ഒരു കോൺഗ്രസുകാരനെ അവിടേക്ക് എത്തിച്ചത് എന്നുള്ളത് DCCക്കുള്ളിൽ തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പാണ് നമ്മൾ പാലക്കാട് ജില്ലയിൽ പാലക്കാട് മണ്ഡലത്തിൽ കണ്ടത്. സ്വാഭാവികമായും LDFന്റെ ഭാഗത്തും അത്തരത്തിലാണ്. സരിനെ അവിടേക്ക് എത്തിക്കുമ്പോൾ ഉണ്ടായ ചർച്ചകൾ ഒപ്പം തന്നെ വിമർശനങ്ങൾ അത് വോട്ടെടുപ്പിൽ ദിവസത്തിലും പ്രകടമായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വോട്ടായി മാറിയിട്ടുണ്ടോ അതോ അത് പെട്ടിയിലാകാത്ത വോട്ടുകളാണോ എന്നുള്ളതാണ് ഇനി പെട്ടി പൊട്ടിക്കുമ്പോൾ കാണേണ്ടത്. അതേസമയം തന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം BJP ക്യാമ്പുകൾ, NDA ക്യാമ്പുകൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരുപക്ഷെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ റോസ്ഗാർ മേള ഉൾപ്പെടെയുള്ള മേളകളിലൂടെ രാജ്യത്ത് എത്തിച്ചത് പാലക്കാട് മണ്ഡലത്തിലാണ്. സ്വാഭാവികമായും ആ ഒരു ആത്മവിശ്വാസം NDA ക്യാമ്പുകൾക്കുണ്ട്. CPMനും ഒപ്പം തന്നെ കോൺഗ്രസിനും എതിരായി ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾ, ഏറ്റവും ഒടുവിലായി സ്ഥാനാർത്ഥികൾ പണം അവിടെ എത്തിക്കുന്നു, ട്രോളി വിവാദവും ഒപ്പം തന്നെ ഹോട്ടലുകളിലെ റെയ്ഡുകൾ അടക്കം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം. ഏകദേശം 70.51% പോളിംഗ് ആണ് പാലക്കാട് മണ്ഡലത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ രേഖപ്പെടുത്തിയതിൽ ഏകദേശം 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ NDA വിജയിക്കുമെന്നുള്ള ഒരു ശുഭാപ്തി പ്രതീക്ഷ NDA ക്യാമ്പുകൾക്കുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ അടക്കമുള്ളവർ അത് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു എക്സിറ്റ് പോളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു വിജയമായിരിക്കും അവിടെ ഉണ്ടാവുക എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അത് മാത്രമല്ല, കഴിഞ്ഞ ഏറ്റവും ഉപതെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും അവസാനമായി നടന്നത് പാലക്കാട് മണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതൽ പ്രചരണ ദിവസം അല്ലെങ്കിൽ ലഭിച്ചതും പാലക്കാടിലെ സ്ഥാനാർത്ഥികൾക്കാണ്. പക്ഷെ അവിടെയൊക്കെ വഖഫ് അധിനിവേശം വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട്. CPMനെതിരായിട്ടുള്ള വലിയ ഭരണവിരുദ്ധ വികാരം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ വോട്ട് അത് ആർക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകൾ ആരുടെ പെട്ടിയിലേക്കാണ് വീണിട്ടുള്ളത് എന്നുള്ളതാണ് ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളുടെ വിധി നിർണ്ണയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിലും എല്ലാ മേഖലകളിലും വഖഫ് അധിനിവേശം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തും വഖഫ് അധിനിവേശം തന്നെയാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണി ആ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് ഒരു മൃദു സമീപനം സ്വീകരിക്കുന്നു. ചർച്ചയടക്കം മുനമ്പം വിഷയത്തിൽ നടത്താമെന്ന് തീരുമാനിക്കുകയും ഏറ്റവും ഒടുവിൽ അത് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം CPM സ്വീകരിച്ചിട്ടുണ്ട്. സർക്കാർ തലത്തിൽ അത്തരത്തിലൊരു നീക്കം നടന്നു, അതും അവിടെ ചർച്ചയായിപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് ആവട്ടെ ഈ വിഷയത്തിൽ കാര്യമായ രീതിയിൽ പ്രതികരിക്കാതെ ഭരണപക്ഷത്തോടൊപ്പം നിലകൊള്ളുന്നു, അല്ലെങ്കിൽ ജനിച്ച മണ്ണിൽ നിന്നും കുടിയിറക്കപ്പെടുന്നവർക്കൊപ്പം നിൽക്കുന്നില്ല കോൺഗ്രസ് എന്നുള്ളൊരു വിമർശനം പൊതുവെ ഉയർന്നിട്ടുണ്ട്. അവരെ ചേർത്ത് നിർത്തിയത് BJP ആണ്, NDA ക്യാമ്പുകളാണ്. സ്വാഭാവികമായും വോട്ടുകൾ അതുകൊണ്ട് NDAയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടോ
എന്നുള്ളത് കണ്ടറിയണം. ചേലക്കരയും വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും സ്വാഭാവികമായും അത്തരത്തിൽ ചില ചർച്ചകൾ അവിടെ എത്തിയിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബ ആധിപത്യം കോൺഗ്രസ് അവിടെ വീണ്ടും കൊണ്ടുവരാൻ ശ്രമം നടത്തിയത് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കിടയിലും DCCക്കിടയിലും വലിയ രീതിയിലുള്ള അമർഷം ഉണ്ടാക്കിയിട്ടുണ്ട്. രാഹുൽ പോകുമ്പോൾ പകരം അതേ കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക അവിടേക്ക് എത്തുന്നു. നിരന്തരം പ്രവർത്തിച്ച് അല്ലെങ്കിൽ അവിടെ കോൺഗ്രസിനെ വളർത്താൻ ശ്രമിച്ച സാധാരണക്കാരായ പ്രവർത്തകരെ പരിഗണിക്കാത്തതിലുള്ള അമർഷം വയനാട്ടിൽ ജില്ലയെ സംബന്ധിച്ചിടത്തോളം, വയനാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം, ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ രീതിയിൽ വികസനം ചർച്ച ചെയ്യപ്പെട്ടതുകൂടിയാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം. അവിടെ ആർക്കായിരിക്കും അനുകൂലമാവുക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും പ്രിയങ്കയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു വെല്ലുവിളി നൽകാൻ, അല്ലെങ്കിൽ വോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും പ്രചരണ രംഗത്താണെങ്കിലും വലിയ രീതിയിലുള്ള വെല്ലുവിളി നൽകാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ആത്മവിശ്വാസം വയനാട്ടിലും NDA ക്യാമ്പുകൾക്കുണ്ട്. ചേലക്കരയിലേക്ക് വരികയാണെങ്കിൽ ഇടത് വലത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മാഭിമാനത്തിന്റെ പോരാട്ടമായി തന്നെയാണ് കാണേണ്ടത്. ഒരു സിറ്റിംഗ് സീറ്റാണ് LDFനെ സംബന്ധിച്ചിടത്തോളം. സ്വാഭാവികമായും ആ സീറ്റ് നഷ്ടമാവുകയാണെങ്കിൽ അത് മുൻ അവിടുത്തെ MLA സംബന്ധിച്ചിടത്തോളമുള്ള ഒരു വിലയിരുത്തൽ, ഒരു മുൻ മന്ത്രിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ ആ മന്ത്രിയുടെ ഒക്കെ ഒരു വിലയിരുത്തലൊക്കെ ആയിരിക്കും അവിടെ നടക്കാൻ പോവുക. അത്തരത്തിൽ ആ സാഹചര്യത്തിൽ എന്തായിരിക്കും ചേലക്കരയുടെ മനസ്സ് എന്നുള്ളതും പെട്ടിപൊട്ടിക്കുമ്പോഴേ അറിയാൻ കഴിയുള്ളൂ. എന്നാൽ കൂട്ടലുകളും കിഴിക്കലുകളും ഒക്കെയായി മുന്നണികൾ മുന്നോട്ട് പോവുകയാണ്. നഗരമേഖലകൾ കേന്ദ്രീകരിച്ച് വോട്ട് ശതമാനം ഉയർത്താൻ കഴിയുന്നത് പല മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂലമാകുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അതേസമയം തന്നെ മൊത്തത്തിലുള്ളൊരു വോട്ടിംഗ് ശതമാനം കുറഞ്ഞതിൽ എല്ലാ മുന്നണികൾക്കിടയിലും ഒരു ചർച്ചകളും ആശങ്കകളും ഉണ്ട്. പക്ഷെ ആ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് അനുകൂലമാകുമെന്നുള്ളതും കണ്ടറിയേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. എന്തായാലും നേതാക്കന്മാരൊക്കെ തിരികെ തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ പ്രതികരണങ്ങളടക്കം ഈ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. വീണ, തീർച്ചയായും ശാലിനി തുടരുക. ഒരുപക്ഷെ നമ്മൾ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് കണ്ട ചില രാഷ്ട്രീയ മലക്കം മറിച്ചിലുകൾ കൂടിയുണ്ട്, അതിലേക്ക് കൂടി വരാം. അതൊക്കെ ഈ വരും നാളുകളിൽ ഇനി എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. മാത്രമല്ല പാലക്കാടേക്കും ഒന്ന് പോകേണ്ടതുണ്ട്.